ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊച്ചി വിമാനത്താവളത്തോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ സ്ഥലമൊരുക്കൽ ആരംഭിച്ചു. പദ്ധതി ചെലവ് 7.56 കോടി. കൊച്ചി വിമാനത്താവളത്തോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് മുമ്പുള്ള സ്ഥലമൊരുക്കൽ ജോലികൾ ആരംഭിച്ചു. സ്ഥലം നിരപ്പാക്കി മണ്ണ് പരിശോധനയ്ക്കും മറ്റും ശേഷമായിരിക്കും ഇവിടെ മണ്ണിടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. നിലവിലുള്ള ട്രാക്കുകളുടെ ഇരുവശത്തെയും കാടുകൾ വെട്ടിത്തെളിച്ച് മണ്ണ് നിരത്തി. 7.56 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ്. വിമാനത്താവള റോഡിലെ പുതിയ മേൽപ്പാലത്തിന് സമീപം ആവണക്കോട് റോഡിൽ സിയാലിന്റെ സൗരോർജ പാർക്കിന് സമീപമാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നിലവിലെ പദ്ധതി അനുസരിച്ചുള്ള സ്റ്റേഷൻ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം റെയിൽവേയുടെ പക്കലുണ്ട്. ഭാവിയിൽ വികസനം ആവശ്യമായി വന്നാൽ സിയാലിന്റെ അധീനതയിലുള്ള സ്ഥലം ഇരുവശത്തുമുള്ള പ്രയോജനപ്പെടുത്തും. കിഴക്കുവശത്ത് സ്റ്റേഷൻ മന്ദിരവും ഇരുവശത്ത് 600 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഉണ്ടാവുക. ഫുട് ഓവർ ബ്രിഡ്ജ്, ലിഫ്റ്റ്, പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവയും ഉണ്ടാകും. 9 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വരുന്ന 5 ദിവസം ശക്തമായ മഴ പെയ്യും. 10 ജില്ലകളിൽ അലർട്ട്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വേനൽ മഴ ശക്തമാകും. 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മുന്നറിയിപ്പ്. വരുന്ന 5 ദിവസം മഴ തുടരും. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ മാത്രം മുന്നറിയിപ്പ് ബാധകം. ശക്തമായ മഴയ്ക്കും 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. കാറിനെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി പിന്നാലെ വെടിവെച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമെന്ന് സുവേന്ദു. കൊൽക്കത്ത. പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന് നേരെയുണ്ടായ ആക്രമണം മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമെന്ന് BJP നേതാവ് സുവേന്ദു അധികാരി. കൊലയാളികൾ 2-3 ദിവസത്തോളം നിരീക്ഷണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച രാത്രി ബംഗാളിലെ നോർത്ത് 24 പാർഗ്നാസ് ജില്ലയിലെ മധ്യാൻഗ്രാമിൽ വെച്ചാണ് ബൈക്കിലെത്തിയ അജ്ഞാതൻ ചന്ദ്രനാഥിനെ വെടിവെച്ചു കൊന്നത്. സംഭവം ഹൃദയഭേദകമാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ബംഗാൾ പോലീസ് ഡയറക്ടർ ജനറൽ സിദ്ധാർത്ഥ് ഗുപ്ത ഉറപ്പു നൽകിയതായും സുവേന്ദു അധികാരി പറഞ്ഞു. ആക്രമണം നടത്തിയ രീതി കണ്ടാൽ അക്രമികൾ ഇത് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയ കുറ്റകൃത്യമാണെന്ന് മനസ്സിലാകും എന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ അനിശ്ചിതത്വം തുടരുന്നു. MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റി DMK. ചെന്നൈ. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ അനിശ്ചിതത്വം തുടരുന്നതിനിടെ 15 MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റി DMK. പുതുച്ചേരിയിലുള്ള റിസോർട്ടിലേക്കാണ് MLA-മാരെ മാറ്റിയത്. ദി ഷോർട്ട് ട്രിഷം എന്ന റിസോർട്ടിൽ 20 മുറികളാണ് MLA-മാർക്കായി ബുക്ക് ചെയ്തിട്ടുള്ളത്. പാർട്ടിയിലെ ഒരു വിഭാഗം TVയിലേക്ക് പോയേക്കും എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് MLA-മാരെ ഒരുമിച്ച് നിർത്താനുള്ള നീക്കം. പല MLA-മാരും ഇതിനോടകം പുതുച്ചേരിയിൽ എത്തിയെന്നും ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് എത്തുമെന്നും മുതിർന്ന DMK നേതാവ് CV ഷൺമുഖം പറഞ്ഞു. പഞ്ചാബ് കിങ്സിനെ തീർത്തു. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒന്നാമത്. ജയം 33 റൺസിന്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 1-ാം സ്ഥാനത്ത്. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ 33 റൺസ് ജയിച്ചതോടെയാണ് ഹൈദരാബാദ് ഒന്നാമതെത്തിയത്. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ 236 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുക്കാനാണ് സാധിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ആതിഥേയരായ ഹെൻറിച്ച് ക്യാൻസർ, ഇഷാൻ കിഷൻ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളാണ് കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. ബാറ്റിംഗിൽ കൂപ്പർ കൊണോലി സെഞ്ചുറി നേടിയെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ല. ജയത്തോടെ 11 മത്സരങ്ങൾ അടങ്ങിയ 14 പോയിന്റുമായി ഹൈദരാബാദ് ഒന്നാമതെത്തി. പഞ്ചാബിന് 10 മത്സരങ്ങളിൽ 13 പോയിന്റുകളാണ് ഉള്ളത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.